ഇറാനുമായിട്ടുള്ള ചർച്ച ഏതാണ്ട് എല്ലാം പൂർത്തിയായി എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. പക്ഷേ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഇപ്പോൾ ഇറാനുമായിട്ടൊരു പൂർണ്ണമായ സന്ധിയിലേക്കോ സമാധാനത്തിലേക്കോ പോകില്ല. ഇതൊരു ആയുഷ്കാല യുദ്ധത്തിലേക്ക് ചെന്നെത്തുന്ന രീതിയിലല്ലേ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്? അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇറാൻ പോലും സമ്മതിച്ചാണ്. കാരണം ഇറാൻ്റെ ഈ യുദ്ധകാലഘട്ടത്തിൽ നടന്ന രണ്ട് സംഭവങ്ങൾ, ഒന്ന് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ വാക്കുകളിലെ വിശ്വാസമില്ലായ്മയും അതേപോലെ ഇറാൻ്റെ നിലപാടുകളിലെ കൃത്യതയുമാണ് നമ്മൾ ഈ യുദ്ധത്തിലൂടെ കണ്ടത്. അപ്പോൾ ഇറാൻ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി, കരാറായി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ മാർക്ക് റൂബിയോ ഇപ്പം ഇന്ത്യയിലുണ്ടല്ലോ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി. പക്ഷേ വ്യവസ്ഥകളൊന്നും അംഗീകരിക്കില്ല എന്നല്ലേ ഇറാൻ? സ്റ്റേറ്റ് സെക്രട്ടറി അല്ല, വ്യവസ്ഥ അംഗീകരിക്കില്ല എന്നല്ലേ ഇറാൻ പറയുന്നത്? അല്ല, ഇറാൻ കരടായിട്ടുണ്ടെന്ന് പറയും. കരടായിട്ടുണ്ടോ? പിന്നെ ചില വിഷയങ്ങളുണ്ട്, യുറേനിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. അവർക്ക് ആയുധം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം പണ്ടേ ഇല്ലായിരുന്നു. അവരുടെ സിവിൽ ആവശ്യങ്ങൾക്കുള്ള സമ്പുഷ്ടീകരണം നടത്തിയത്. അതിനുവേണ്ടി ഉണ്ടാക്കിയ 404.9 ഗ്രാം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അതെന്ത് ചെയ്യണമെന്നുള്ള വിഷയമാണ്. അത് വരുന്ന 60 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊണ്ട് വെച്ചിട്ടാണ് കരടുണ്ടാക്കിയത്. ആ കരടിനകത്ത് ഈ ഹിസ്ബുള്ളയായിട്ടുള്ള ഇസ്രയേലിൻ്റെ അറ്റാക്ക്, അവർ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരാറാണ്. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന വെടിനിർത്തലിൻ്റെ കരാർ ഇത് തന്നെയായിരുന്നു. ട്രംപ് അത് സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ ഇസ്രയേൽ അതിന് സമ്മതമില്ലായിരുന്നു. പിന്നീടാണ് അമേരിക്ക അതിലവിടെ മാറ്റിയതും ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ നേരെ ആക്രമണം തുടരുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു കരാറിനകത്ത് ഉണ്ടാക്കിയ സമയത്ത്, ഈ കരട് രൂപം ഉണ്ടാക്കിയ സമയത്ത് അതിനകത്ത് ഇത് ഉൾപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു മൂന്നാമത് രാജ്യത്തേക്ക്, റഷ്യ തന്നെയാണ് അവരുടെ മനസ്സിലുള്ള സാധനം, മാറ്റാൻ അവർ തയ്യാറുമാണ്. അവർക്ക് ഈ NPT അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ അത് മാത്രമേ അവരും ചെയ്യുന്നുള്ളൂ. ലോങ് ടേം വേണമെങ്കിൽ ഇപ്പോൾ 20 വർഷത്തേക്കുള്ള ഒരു എംബാർഗോ അല്ലെങ്കിൽ ഇനി ഈ മേഖലയിലൊന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകുന്നതിന് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിട്ടും ഇത് ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇറാനേക്കാൾ വലിയ ആവശ്യമാണ് ട്രംപിനും. അപ്പോൾ ട്രംപും പറയുകയുണ്ടായി, ഏത് നിമിഷം വേണമെങ്കിലും ഒപ്പിടാവുന്ന അവസ്ഥയിലേക്ക് പോകാം. അപ്പോഴും അവിടെ ട്രംപിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം 1 മണിക്കൂർ പോലും എടുക്കത്തില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറ്റാനായിട്ട്. 10 മിനിറ്റ് ഗ്യാപ്പിൽ മാറ്റിയിട്ടുണ്ട്. അതെ, തമാശയല്ല. നമ്മൾ ഈ അമേരിക്ക യുദ്ധത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 മിനിറ്റുകൾക്ക് ശേഷം പോലും നിലപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഉടനടി ഇത് കരാറുണ്ടാകും, യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ട്രംപ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ നെഗോഷിയേറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായി? എപ്പോഴും ആ ഒരു ഗ്യാപ്പിട്ടിട്ടാണ് പുള്ളി തന്നെ വിശ്വസിക്കരുതെന്ന് താൻ തന്നെ പറയുന്നതിന് തുല്യമാണത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ട്രംപിനെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടി ഇറാനെ ആക്രമിച്ചു എന്നുള്ളൊരു ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു കരാറുണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അമേരിക്കയ്ക്ക് നഷ്ടങ്ങളുണ്ടായി, ഇറാന് നേട്ടങ്ങളുണ്ട്. ഇറാൻ്റെ വിജയമാണ്. കാരണം ഇറാൻ്റെ ഫ്രോസൺ അസറ്റ്സ് റിലീസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇറാൻ്റെ പോർട്ടുകൾക്ക് നേരെയുള്ള ഉപരോധം മാറ്റി ഇറാന് അവരുടെ എണ്ണ വിൽപ്പന നടത്താനുള്ള അവകാശം വേണം. ഇതൊക്കെയാണ് ഈ കരാറിൽ വന്നിരിക്കുന്ന ഉപാധികൾ. അപ്പോൾ അത് വെച്ച് നോക്കും. അതുപോലെ തന്നെ ഒമാനുമായിട്ട് ഇവർ ഔപചാരികമായിട്ട് സംസാരിച്ചു തുടങ്ങി. ഈ കരട് തയ്യാറാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ സംസാരിച്ചു തുടങ്ങി. എങ്ങനെയാണ് ഒമാനുമായിട്ട് പങ്കിടണമല്ലോ. ഇപ്പോൾ അവർ തന്നെ അവിടെ ഒരു ഈ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി എന്നും പറഞ്ഞിട്ട് ഒരു അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം വഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അത് എങ്ങനെയാണ് ടോൾ ഷെയർ ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങളുടെ ഒമാനുമായിട്ടുള്ള ഡിസ്കഷനിലേക്ക് നീങ്ങുന്നു. അതൊക്കെ ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഇറാനെ സംബന്ധിച്ചിട്ട് വൻ വിജയത്തിലേക്ക് മാറുന്നൊരു യുദ്ധമായിട്ട് ഇത് മാറും. അമേരിക്കയെ സംബന്ധിച്ച് മുഴുവൻ നഷ്ടമാകുന്നു. യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് അമേരിക്കയുടെ നിലപാട് മാറുന്നു. ഇറാനാണെങ്കിലോ വളരെ സ്വതന്ത്രമായ ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണം ഇപ്പോൾ ന്യൂക്ലിയറിനകത്താണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ട്രംപ്. അമേരിക്കയിൽ
ഇദ്ദേഹം അതിഭീകരം അവിടുത്തെ നടന്ന സകല പോളുകളിലും റിപ്പബ്ലിക്കൻ പാർട്ടീസിലുള്ള അംഗങ്ങളുടെ ഇടയ്ക്കൂടെ നടന്ന ഈ ഒപ്പീനിയൻ പോൾസിലും എല്ലാം ഈ യുദ്ധം എന്തിനെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതാണ് ട്രംപ് നേരിടുന്ന പ്രശ്നം. ഇനിയിപ്പം നവംബറിൽ മിഡ് ടേം പോളും വരികയാണ് ചെയ്യുന്നത്. അതേപോലെ അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള വിലക്കയറ്റം, ഒരുപാട് ആഭ്യന്തരമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ട്രംപ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആദ്യം അദ്ദേഹം പറഞ്ഞ എന്തിനാണ് ഇറാനിൽ നടക്കുന്നത് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നത്, ഭരണകൂടത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുകയാണ് അല്ലേ. കാര്യം വെനിസ്വേലയെ മാറ്റി, അതുപോലെ ഞങ്ങളിപ്പോൾ ഇറാനിൽ മാറ്റാൻ പോവാണ്, 4 ദിവസം മതി എന്ന് പറഞ്ഞാണ് ട്രംപ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഒരു കാരണം കണ്ടെത്തുക, അത് അമേരിക്കൻ ജനതയ്ക്ക് ഏറ്റവും അത്യാവശ്യമാക്കി മാറ്റുക എന്ന ഒരു ആഭ്യന്തര സമ്മർദ്ദത്തിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഈ ന്യൂക്ലിയർ ഇറാൻ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നത് പോലെ അനുവദിക്കത്തില്ല, ഇത് ഒബാമയായിട്ടുണ്ടാക്കിയ കരാറല്ല ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു പറയുന്നുണ്ട്. അവിടെ ഈ ട്രംപ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, അതായത് ഇറാനുമായിട്ട് ഈ സന്ധി ചെയ്തുകൊണ്ടുള്ള കരാർ ഉണ്ടാകാൻ പോകുന്നുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയപ്പം ഈ ട്രംപ് എടുത്തു പറയുന്നത് ഇത് ഒബാമ ഇറാനുമായിട്ട് ഉണ്ടാക്കിയ കരാർ പോലെ അല്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അവിടെ ആഭ്യന്തര വിഷയത്തിലേക്കാണ് ട്രംപ് അവിടെ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ വീണ്ടും ഇതൊരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധം തീരാനുള്ള കാര്യം നമ്മളെല്ലാം വളരെ ആശ്വസിച്ചു ഈ വാർത്ത കേട്ടിട്ട്. അപ്പോഴും നമുക്ക് ആശങ്കയുണ്ടായിരുന്നു, ട്രംപ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. കാര്യം ആദ്യം കഴിഞ്ഞ മാസം വരെ 25 ദിവസം കഴിഞ്ഞാൽ മതിയായിരുന്നു ഗ്യാസിന് ബുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം 45 ദിവസം ഒരു സിലിണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞാലേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പറ്റാത്തവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പം. കാരണം വെച്ചാൽ മിക്ക ഹോട്ടലുകളിലും ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ബിരിയാണിയുടെ വെറൈറ്റികൾ വരുന്നുണ്ട്. പനീർ ബിരിയാണി, മഷ്റൂം ബിരിയാണി വരുന്നുണ്ടല്ലേ, ചെറിയ ഹോട്ടലുകളിൽ പോലും അവർ തുടങ്ങിയിട്ടുണ്ട്. അതെ. പക്ഷേ ഇത് അല്ല, അതൊരവസ്ഥയാണത്. ഇപ്പം ഭക്ഷണം ഉച്ചയ്ക്ക് ബിരിയാണി താല്പര്യമില്ലാത്തവർക്ക്, എല്ലാവരും ബിരിയാണി കഴിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കേണ്ടതാണല്ലോ. ഇപ്പം നമ്മുടെ എല്ലാ ഹോട്ടലുകളിലും സാധാരണ ഉണ്ടായിരുന്നത് ഊണായിരുന്നു. നമ്മുടെ ഒരു മലയാളിയുടെ ശീലവുമാണ്, പൊതുവെയുള്ള സംഗതിയുമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ തന്നെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ ട്രംപിൻ്റെ ഈ തീരുമാനത്തിലിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഈ പറഞ്ഞതുപോലെ വളരെ അധികം മുമ്പോട്ട് പോയി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നെതന്യാഹുവുമായിട്ട് സംസാരിച്ചു എന്ന് പറയും. അവിടെയാണ് നമ്മൾ ഇതിനെ ഒരു സാധ്യത കണ്ടത്. അപ്പോൾ നെതന്യാഹുവും പറഞ്ഞു അവർ ന്യൂക്ലിയർ ഈ ആയുധം ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അത് വലിയൊരു നേട്ടമായിട്ടാണ് നമ്മൾ കണ്ടത് നെതന്യാഹുവിൻ്റെ. അത് മാത്രമാണ് ഭീഷണിയായിട്ട് അവർ ഉയർത്തി കാട്ടുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും ട്രംപ് ഇത് ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ന്യൂക്ലിയർ വിഷയത്തിൽ തന്നെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലോക്കേഡ് അമേരിക്കയുടെ ബ്ലോക്കേഡ് മാറ്റുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടും ഇറാൻ്റെ മാറ്റുകയുള്ളൂ. അവിടെയാണ് ഈ 60 ദിവസമൊക്കെ ഒരു പറഞ്ഞ സാധനം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ബ്ലോക്കേഡ് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ പ്രശ്നം ഇപ്പം നമ്മൾ നേരിടുന്നത് ഹോർമുസ് കടലിടുക്കിൽ 2 ബ്ലോക്കേഡ്സ് ഉണ്ട്. ഒന്ന് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ബ്ലോക്കേഡ്, മറ്റൊന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്ലോക്കേഡ്. അപ്പോൾ ഈ മാറിക്കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ യുദ്ധവുമില്ല, അനന്തമായ നീളുന്ന വെടിനിർത്തലാണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് സമയം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക യുദ്ധം നിൽക്കുന്നത്. അത് മിക്കവാറും വീണ്ടും ഒരു ധാരണയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അത് അമേരിക്കയ്ക്ക് അത് ആവശ്യമായതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു റീസൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഇവർ ആയുധം ഉണ്ടാക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംശയം ഇറാൻ പ്രകടിപ്പിച്ചിരുന്നു, ഇത് ഞങ്ങളെ വീണ്ടും അടിക്കുന്നതിന് വേണ്ടിയിട്ട്. കാര്യം അമേരിക്കയുടെ കയ്യിലുള്ള യുദ്ധക്കോപ്പുകളും വെടിമരുന്നുകളെല്ലാം ഇവിടെ യുദ്ധം ചെയ്ത് ഒരുവിധം കഴിഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം പിന്നെ നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി വീണ്ടും ആക്രമിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ ഇതെന്നും ഇറാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രംപിൻ്റെ ആഭ്യന്തരമായി നേരിടുന്ന സമ്മർദ്ദം ഈ യുദ്ധത്തിനെ ഒരു കരാറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മാർക്ക് റൂബിയോയും ഇന്നലെ ദില്ലിയിൽ പറഞ്ഞത് അതാണ്, വളരെ സുഖകരമായൊരു വാർത്ത താമസിയാതെ കേൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ കരാറിലേക്ക് തന്നെ പോകും എന്നാണ് തോന്നുന്നത്. ഈ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ളൊരു വിഷയമായിരിക്കും. 2 ചെറിയ വിഷയങ്ങളതിനകത്തുള്ളത്. ഒന്ന് ഈ ന്യൂക്ലിയറിൻ്റെ വിഷയവും, പിന്നെ അതുപോലെ തന്നെ
ഈ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വിഷയം. ഈ ഹോർമൂസിന്റെ പ്രശ്നം അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് ഈ പ്രശ്നങ്ങൾ, അതായത് മുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹോർമൂസ് രണ്ടു കൂട്ടർക്കും താല്പര്യമാണല്ലോ. അതെ ഇപ്പോൾ ഹോർമൂസ് തുറന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്കും ഈ പറഞ്ഞ പോലെ എണ്ണവിലയുടെ പ്രശ്നം, ആഗോള പ്രതിസന്ധി അമേരിക്കയ്ക്കും ബാധകമാണ്, അതെ. ഇറാനും ബാധകമാണ്. ഇറാനും ഈ പറഞ്ഞ പോലെ പോർട്ടിൽ നിന്ന് തുറന്ന് അവർക്ക് എണ്ണ വിറ്റ് കഴിഞ്ഞാൽ മാത്രമല്ല സാധിക്കത്തുള്ളൂ, അവരുടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കടലിലൊഴുക്കുകയാണ്. അതെ അതെ കാര്യം ഉൽപ്പാദനം നിർത്താൻ പറ്റത്തില്ല, നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വെല്ലുകൾ ഉപേക്ഷിക്കേണ്ടി വരും. അതെ അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇരു കൂട്ടർക്കും ഇത് അത്യാവശ്യമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യുദ്ധം ഒരു കരാറിലേക്ക് നീങ്ങിയത് ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിക്കാനുള്ള ലക്ഷണം തന്നെയാണ് കാണുന്നത്. മറിച്ചു വരാൻ സാധ്യത കുറവാണ്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളില്ലേ, അവരുടെ ഭാഗത്തു നിന്ന് അതിയായ സമ്മർദ്ദം ട്രംപിൻ്റെ പുറത്തുണ്ട്. യുദ്ധം ഒരു അവിവേകങ്ങൾ പാടില്ല എന്നുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെട്ടിട്ടാണ് ഈ കരാറിലേക്ക് നയിക്കുന്നത്. പാകിസ്ഥാൻ മാത്രമല്ല, അത് ട്രംപ് തന്നെ സമ്മതിക്കുകയും ചെയ്തു സാധനം. അപ്പോൾ അത് ആ രീതിയിലേക്ക് നീങ്ങും എന്ന് തന്നെ വേണം കരുതുന്നത്.